നമസ്കാരം. റെസ്റ്റോറന്റ് ബിസിനസ്സുകളിൽ ലാഭം വർദ്ധിപ്പിക്കണമെങ്കിൽ എങ്ങനെയായിരിക്കണം അതിൻ്റെ പ്രവർത്തന രീതികൾ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ കഫേ ബിസിനസ് ആയിരുന്നാലും നല്ല ആകർഷകമായിട്ടുള്ള നല്ലൊരു മെനു ഉണ്ട്. നമുക്ക് നല്ല അടിപൊളി മെനു ആണ്, ആളുകൾക്ക് ടേസ്റ്റിൽ ഇഷ്ടപ്പെടുന്ന മെനു ആണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ റെസ്റ്റോറന്റ് ബിസിനസ് വിജയിക്കാൻ സാധ്യതയുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും ഇപ്പോൾ തന്നെ ഒന്ന് കമന്റ് ചെയ്യുക. കമന്റ് ചെയ്തു എന്ന് ഞാൻ കരുതുന്നു. നല്ല ഒരു അടിപൊളി മെനു ഉണ്ടായി കഴിഞ്ഞാൽ റെസ്റ്റോറന്റ് ബിസിനസ് വിജയിക്കുമെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നിയത്? അല്ലെങ്കിൽ എന്താണ് നെക്സ്റ്റ് നമുക്ക് വേണ്ടത്? നല്ല മെനു ഉണ്ടായത് കൊണ്ട് മാത്രം ഒരു റെസ്റ്റോറന്റ് ഒരിക്കലും വിജയിക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള എത്രയോ ചെറിയ ഹോട്ടലുകൾ നമ്മൾ കാണാറുണ്ട് അല്ലെ. അവിടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റിലാണ് ഓരോ ഫുഡുകളും അവർ പ്രിപ്പയർ ചെയ്യുന്നത്. എന്നിട്ട് എന്താണ് അവരുടെ ബിസിനസ്സിന് ഒരു വലിയ ഗ്രോത്തിലേക്ക് അവർക്ക് കൊണ്ടുപോകാൻ കഴിയാത്തത്? ചില ബിസിനസ്സുകളിലൊക്കെ ചിലപ്പോൾ ചില ട്രെൻഡുകളിൽ ചില വളർച്ച കൊണ്ടുവരാറുണ്ട്, എങ്കിലും ബിസിനസ്സിന് വലിയ ഗ്രോത്ത് ഒന്നും കാണാറില്ല. എന്തുകൊണ്ടാണ് ബിസിനസ്സുകൾ ആ രൂപത്തിൽ തന്നെ സ്കെയിലപ്പ് ചെയ്യാൻ കഴിയാതെ അങ്ങനെ തന്നെ നിന്ന് പോകുന്നത്? ഇവിടെയാണ് നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ബോധവാന്മാരാകേണ്ടത്. ഒരു റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഒരു കഫേ ബിസിനസ്സിനെ കൃത്യമായി വളരാൻ നമുക്ക് സാധ്യതയുള്ള ഒരു ബിസിനസ്സാക്കി നമുക്ക് വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ അതിന്റെ മെനു മാത്രം നന്നായാൽ പോരാ എന്നുള്ളതാണ്. അവിടെ കസ്റ്റമർക്ക് കൊടുക്കുന്ന സർവീസിലും കസ്റ്റമർക്ക് കിട്ടുന്ന ആംബിയൻസിലും കസ്റ്റമർക്ക് കിട്ടുന്ന ബ്രാൻഡ് ഫീലിംഗിലും ആ റെസ്റ്റോറന്റ് മുൻപന്തിയിൽ നിൽക്കണം. ഈ ഘടകങ്ങളെല്ലാം ഒത്തുചേരുമ്പോൾ മാത്രമാണ് ഒരു റെസ്റ്റോറന്റ് ബിസിനസിനെ ലാഭകരമായിട്ട് നമുക്ക് വളർത്തിക്കൊണ്ടുവരുവാനും ദീർഘകാലത്തേക്ക് നിലനിർത്തുവാനും വേണ്ടി കഴിയുകയുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ട് ബെറ്റർ ആയതുകൊണ്ട് റെസ്റ്റോറന്റ് ബിസിനസ്സുകൾ അല്ലെങ്കിൽ കഫേ ബിസിനസ്സുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ദീർഘകാലത്തേക്ക് വിപണിയിൽ നിലനിർത്താൻ കഴിയില്ല. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. നല്ല അടിപൊളി മെനുകളായിട്ടാണ് പല റെസ്റ്റോറന്റുകളും ഇന്ന് രൂപം കൊടുത്ത് വരുന്നത്. ഒരു കുറ്റവും പറയാൻ പറ്റില്ല. നല്ല അടിപൊളി മെനുകളാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഷെഫിനെ കുക്കിനെ ഒക്കെ വെച്ചുകൊണ്ടാണ് പല റെസ്റ്റോറന്റുകളും രൂപം കൊടുക്കുന്നത്. അവിടെയുള്ള മിസ്സിംഗ് പോയിന്റുകൾ എന്ന് പറയുന്നത് ബ്രാൻഡിങ്ങിന് അവർ പണം ചെലവഴിക്കാൻ തയ്യാറാകുന്നില്ല, സ്റ്റാഫിന്റെ ട്രെയിനിങ്ങിന് വേണ്ടി പണം ചെലവഴിക്കാൻ അവർ തയ്യാറാകുന്നില്ല, മാർക്കറ്റിംഗ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് അവർ പണം ചെലവഴിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. ഇതെല്ലാം ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റ് കഫേ ബിസിനസ്സുകൾക്ക് നിർബന്ധമായിട്ടുള്ള ഘടകങ്ങളാണ്. ഒന്നും നമുക്ക് ഒഴിച്ചു നിർത്താൻ പറ്റാത്തതാണ് എന്നുള്ളത് ആദ്യം തിരിച്ചറിയണം. മെനു നന്നായാൽ മാത്രം ബിസിനസ് നടക്കുമെന്ന് കരുതുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട് ഇല്ലേ? പല മീറ്റിങ്ങുകളിലും സംസാരിക്കാറുണ്ട്. അവരൊക്കെ പല ആളുകളും വിജയിച്ച കഥകൾ പറയുന്ന സമയത്ത് അവർ പറയാറുണ്ട്, എന്റെ മെനു ഒരു വളരെ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള മെനു ആയതുകൊണ്ടാണ് എന്റെ ബിസിനസ് വിജയിച്ചത് എന്ന് പറയാറുണ്ട്. പക്ഷെ അതിന്റെ പുറകിൽ അവരെടുത്ത മറ്റുള്ള കാര്യങ്ങളെ അവർ ചിലപ്പോൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാറില്ല. അവർ ആ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവരെടുത്ത കാര്യങ്ങൾ, എന്തൊക്കെ പ്രവർത്തനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവർ നമ്മളോട് പറയാറില്ല. അവരെങ്ങനെ അത് കസ്റ്റമറിലേക്ക് എത്തിച്ചു എന്നുള്ളത് അവർ നമ്മളോട് പറയാറില്ല. അവർ വരുന്ന കസ്റ്റമർക്ക് ഏറ്റവും നല്ല സർവീസ് കൊടുക്കുന്നതിന് വേണ്ടി അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് അവർ നമ്മളോട് പറയാറില്ല. അവർ പറയുന്നത് എന്റെ മെനു ബെറ്റർ ആയതുകൊണ്ട് എന്റെ ബിസിനസ് വിജയിച്ചു എന്ന് മാത്രമേ പറയാറുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മെനു നന്നായാൽ മാത്രം ബിസിനസ് ഗ്രോത്തിലേക്ക് പോകുമെന്ന് നമ്മൾ ഒരിക്കലും കരുതാൻ പാടില്ല. അതിന്റെ എല്ലാ ഭാഗങ്ങളും, മെനു നന്നാവണം, ബ്രാൻഡിങ് ഉണ്ടാവണം, മികച്ച സ്റ്റാഫ് ഉണ്ടാവണം, അവർക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കണം, നല്ല അവയർനെസ് പ്രോഗ്രാമുകൾ കൃത്യമായിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന രൂപത്തിലുള്ള മാർക്കറ്റിംഗ് പ്രോസസ്സുകൾ നമുക്കുണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്റ്റോറന്റ് കഫേ ബിസിനസ്സുകൾ എപ്പോഴും നിങ്ങൾക്ക് ലാഭകരമായി ദീർഘകാലത്തേക്ക് കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കും.
അതല്ല എങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തൊരു കോമ്പറ്റേറ്റർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ബിസിനസ് അദ്ദേഹം അടിച്ചു മാറ്റി പോകും. ആ കസ്റ്റമറെ അവർ കൊണ്ടുപോകും. കാരണം അവർക്ക് അവിടെ കൂടുതൽ ആംബിയൻസ് കൊടുക്കാൻ അവർ തയ്യാറാകും, അവിടെ കൂടുതൽ ബ്രാൻഡിങ് കൊടുക്കാൻ അവർ തയ്യാറാകും, കൂടുതൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ ആളുകളെ ആകർഷിക്കാൻ അവർ തയ്യാറാകും. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ ബിസിനസ്സിൽ ഈ പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ലോയൽ കസ്റ്റമർ ഗ്രൂപ്പിനെ നിങ്ങൾക്ക് ഇവിടെ ഫോം ചെയ്ത് കൊണ്ടുവരുവാൻ വേണ്ടി കഴിയും. താങ്ക് യു.